ഹലോ ഹായ് വെൽക്കം ടു ഫോറി വ്ലോഗ്സ്. അപ്പൊ ഇന്നത്തെ തമ്പനെയിൽ കണ്ടപ്പോൾ മനസ്സിലായല്ലോ, ഞങ്ങൾ അതുപോലെ എഴുത്തിനെടുത്താൻ കൊണ്ടുപോയ വിഷ്വൽസ് ആണ്. മൂകാംബിക അമ്പലത്തിൽ കൊണ്ടുപോയ വീഡിയോ ആണ് ഇന്ന് ഇടുന്നത് അല്ലേ? സോ അപ്പൊ ഞങ്ങളുടെ യാത്ര വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള യാത്രയായിരുന്നു. എന്നുവെച്ചാൽ മറ്റേ ഈ കാസർഗോഡ് വരെ റോഡ് ഭയങ്കര മോശവും പൊട്ടിയും പൊളിഞ്ഞും ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ പോകാൻ വേണ്ടി. ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ പോകുന്ന വിഷ്വൽസ് ഒന്നും ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ പ്ലാൻ ചെയ്ത ടൈമിൽ അവിടെ എത്താൻ പറ്റിയില്ല, അതാണ് ഏറ്റവും ഭയങ്കര സങ്കടം. പക്ഷെ അത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഭാഗ്യമുണ്ടായി അവിടെ പോയിട്ട് അല്ലെ. അത് ഞങ്ങൾ ആഗ്രഹിച്ച പോലത്തെ അത് ബാക്കി സുബ്രഹ്മണ്യ അടിക എന്ന് പറയുന്നത്, അതായത് അവിടുത്തെ മെയിൻ മേൽശാന്തി ഉണ്ട് സുബ്രഹ്മണ്യ അടിക എന്ന് ചിലവർ അറിയണ്ടാവും. പുള്ളിയുടെ അച്ഛനുണ്ട് നരസിംഹ അടിക. അപ്പോ ഇവരിലൊരാള് ആരെങ്കിലും ഒരാളെ കൊണ്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അത് സുബ്രഹ്മണ്യ അടിക കൊണ്ട്. കാരണം എന്ന് വെച്ചാൽ സ്റ്റോറി ഉണ്ട്, അത് ഇവർക്ക് അറിയില്ല ആക്ച്വലി ആ സ്റ്റോറി. അപ്പൊ അങ്ങനെ ഞാൻ ചിത്തയുടെ പടത്തിന്റെ ഷൂട്ട് നടന്നത് മുഴുവൻ പളനിയിലാണ്. അവിടെ വെച്ചിട്ടാണ് അത് നമ്മളുടെ ഉണ്ടായി എന്നുള്ളത് അറിയുന്നത്. ഭയങ്കര സ്പീഡിൽ ഡ്രൈവ്, അതാണ് ഏറ്റവും ഭയങ്കര മിറാക്കിൾ എന്ന് പറയുന്നത്. അതായത് ആ പോകുന്ന ടൈമില് കുറെ സമയം ഞങ്ങൾ അരിയുണ്ടാക്കിയിട്ട് ഓവർ സ്പീഡിൽ പോകും, അല്ലാതെ ടൈം ഡിലേ ആയിട്ട് ഓവർ സ്പീഡിൽ പോകും. അപ്പൊ ഈ ഗട്ടറും സാധനങ്ങളൊക്കെ ചാടി പോയിട്ട്, അതായത് നമ്മളിവിടെ ഇറങ്ങുന്നത് എറണാകുളം ഇറങ്ങുന്ന മറ്റേ താമസിച്ചായിരിക്കും, എന്നിട്ട് പോകും. പിന്നെ അതുപോലെ മധുരയിൽ ഷൂട്ടിന്റെ ടൈമിൽ ഭയങ്കര ഒരു ഗൂഗിൾ മാപ്പ് ഞങ്ങൾ പറ്റിച്ച് ഒരു പൊട്ട റോഡുകൂടെ കയറ്റി അതെല്ലാം ചാടി കുതിച്ച് അങ്ങ് പോയി. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അത് നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം അറിയുന്നത്. അപ്പൊ അതുവഴി അവിടെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പളനി മുഴുവൻ ഭയങ്കര ഒരു മനസ്സിലൊരു പോസിറ്റിവിറ്റി വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ ലോക്കറ്റിലും മുരുകനുണ്ട്, അതിന്റെ ലോക്കറ്റിലും മുരുകനുണ്ട്. പിന്നെ അങ്ങനെ അതും അവിടെ എത്തിയപ്പോ സമയത്ത് തന്നെ ഈ സുബ്രഹ്മണ്യൻ അടിക എന്ന് പറഞ്ഞപ്പോ തന്നെ സുബ്രഹ്മണ്യന്റെ പേര് അതിനകത്ത് ഉള്ളത് കൊണ്ട് ഭയങ്കര താല്പര്യമായിരുന്നു അദ്ദേഹത്തെ കിട്ടണം. പക്ഷെ അദ്ദേഹം ട്രീറ്റ്മെന്റിലായതുകൊണ്ട് അവിടെ പോയ ശേഷം പറയുകയാണ് നമുക്ക് അദ്ദേഹം അവൈലബിൾ അല്ല. പിന്നെ ഞങ്ങൾ സെക്കൻഡ് ഓപ്ഷൻ പോലെ അച്ഛനെ നോക്കി. അപ്പോഴും അച്ഛൻ ഇങ്ങനെ ഒരു 50-50 ചാൻസ് ആയിരുന്നു അച്ഛൻ ചെയ്യുമെന്നുള്ള കാര്യത്തില്. പിന്നെ അവിടെ കുറെ തിരുമേനിങ്ങനെ ഓരോ പൂജകളായിട്ടുണ്ടല്ലോ, അവരൊക്കെ ചെയ്തു തരാമെന്ന് ഞങ്ങളോട് പറയുന്നില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അപ്പോഴും ഇങ്ങനെ ഇവരിൽ ആരെങ്കിലും ഒരാളെ കിട്ടണേ എന്നുള്ളത് തന്നെയായിരുന്നു. അങ്ങനെ ഫൈനലി അതിന്റെ ഒക്കെ ഭാഗ്യം പോലെ തന്നെ ഞങ്ങളുടെ ആഗ്രഹം പോലെ സുബ്രഹ്മണ്യ അടിയെ കിട്ടി. സഡൻ ട്വിസ്റ്റ് ആയിരുന്നു വിളിച്ചിട്ട് ഓക്കെ ഞാൻ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടു, അനുഗ്രഹമൊക്കെ വാങ്ങി അച്ഛന്റെയും മകന്റെയും. അങ്ങനെ അദ്ദേഹം തന്നെ വന്ന് അതിന് എഴുത്തുകായിരുന്നു. വലിയൊരു ഭാഗ്യമായിട്ടാണ് അച്ഛന്റെ അച്ഛൻ മരിച്ചോണ്ട് എഴുത്തിനെഴുത്താൻ പറ്റില്ല. ഒരുപാട് പല സജഷൻസ് പലരും പറഞ്ഞു ഇവിടെ അമ്പലത്തിൽ എഴുത്തിനെഴുത്താം, സ്കൂളിൽ കൊണ്ടാക്കാം. ഞാൻ കുറെ പറഞ്ഞു ഇവിടെ ഇരുത്താൻ. കാരണം അതൊന്നും ഏത് സ്കൂള് പ്ലേ സ്കൂൾ കാണുമ്പോൾ ഇപ്പൊ സ്കൂളിൽ പോകണം. അപ്പൊ ഞങ്ങൾക്ക് മൂകാംബിക ഇത്ര ലോങ് ട്രാവൽ ആയതുകൊണ്ട് അത് പെട്ടെന്ന് പോസിബിൾ ആകുമെന്ന് അറിയാത്തോണ്ട് ഞാനും വിചാരിച്ചു ഇവിടുത്തെ ഒരു മൂകാംബിക ഉണ്ടല്ലോ, പറവൂർ മൂകാംബിക, അല്ലെങ്കിൽ തൃശ്ശൂർ പ്രധാനപ്പെട്ട അമ്പലം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ എവിടെയെങ്കിലും ഒരു മെയിൻ സ്ഥലത്ത് എഴുതിക്കാന്നുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറി അവിടെ പോയി ഞങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടത്തി തന്നു. എല്ലാം ഭംഗിയായിട്ട് നടന്നു അല്ലെ. ബാക്കി ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ബോറടിപ്പിക്കുന്നില്ല.
നീ വന്നോ. പശുവിനെ അതിനെ വിളിക്കണേ. അമ്പലം എവിടാ? മതിയടാ മതിയടാ കണ്ണാ. മതിയടാ അതിട്ടാ അത് മതി.
മാമൻകുട്ടി വാ 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 മതി 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 വാ ആ ദേവി രക്ഷിക്കണേ ആ തൊഴുതു തൊഴു ആ തൊഴു ആ ആരെല്ലാരും കൂടി പോരെ ആ എന്നാ മതി വാ ഇന്ന് പോകണ്ട തിരിച്ച് ഇന്ന് പോകണം കേട്ടോ നാളെ എറണാകുളത്ത് പോകണം വിളിക്ക് വിളിക്ക് അത് വിളിക്ക് അടിച്ച ഗോള് വീണ്ടും അടിക്കരുത് നോ അപ്പൊ വിഷ്വൽസ് ഒക്കെ കണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ആ കണ്ടൊരു വിഷ്വലില് നമ്മൾ ആ വനദേവതയുടെ ഒരു വിഷ്വൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലേ? അത് ഞങ്ങൾക്ക് എന്താ പറയാ വനദേവത അത് ഒരുപാട് പ്രാവശ്യം എനിക്കൊന്നും അറിയില്ല. ഞാൻ പോകുന്ന കുറച്ച് പോയിട്ടുള്ളൂ. പക്ഷെ ഈ അടുത്താണ് ഞാൻ വീണ്ടും പോകുന്നത്. ഐതിഹ്യം എന്താണ്? അല്ല ഐതിഹ്യം പക്ഷെ അത് അവിടെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരെ കാക്കുന്ന ദൈവമാണ് അങ്ങനെയാണ് അതിനെ പറയുന്നത്. അതുപോലെ അളിയനും പെങ്ങളൊക്കെ അവിടെ പോയി കണ്ട് അവർക്കൊക്കെ എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പറയണം. അവര് വലിയ എണ്ണയൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. ഞാൻ കണ്ടു, എന്തൊന്നും ചോദിച്ചില്ല. പക്ഷെ അവിടെ ഭയങ്കര രസമുള്ള ഒരു സ്ഥലം, അതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഇനി പോകുമ്പോ അവിടെ ഇറങ്ങും, എന്തായാലും ഇറങ്ങാം. വനദുർഗയുടെ അവിടെ എന്തായാലും ഇറങ്ങാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസും കൂടിയാണത്. അമ്പലം എന്നുള്ളൊരു ഭക്തി മാർഗത്തിൽ നിന്ന് നമ്മൾ ശരിക്കും കാണേണ്ട ഒരു വൺ ഓഫ് ദ ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് ആ ഒരു ഭാഗമൊക്കെ. നല്ല രസമാണ്. ഒരുപാട് കുരങ്ങന്മാരൊക്കെ വന്നിട്ട് ഭയങ്കര രസമാണ്. അതുപോലെ കളിക്കുന്നത് അതിനകത്ത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഓരോ വീഡിയോസിനും പല പല മെസ്സേജസ് ഒക്കെ ഞങ്ങൾക്ക് പേഴ്സണലി വരുന്നുണ്ട്.
ചെയ്യുന്നുണ്ട്. കുറെ വീഡിയോസ് ഒക്കെ ഇടാൻ വേണ്ടി പറഞ്ഞിട്ട് ഞങ്ങൾക്കൊന്നും പലതും പറ്റുന്നില്ല സാഹചര്യം സമയവും കാരണം. മാക്സിമം ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇടുന്ന വീഡിയോസിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ.